നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്നവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ OMR എക്സാം എഴുതാൻ പോകുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു OMR ഷീറ്റിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബബിൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മളുടെ PSCയുടെ OMR ഷീറ്റാണ്. ക്യാൻസൽഡ് ആയിട്ടുള്ള OMR ഷീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് ആദ്യമേ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ഓരോ സീറ്റ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 ഓക്കെ അതാണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ആ ഒരു ഹാൾ ടിക്കറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പർ നമ്മൾ ഇരിക്കുന്ന ഡെസ്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പം നമുക്ക് ആദ്യമേ തന്നെ എക്സാം ഹാളിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ഏത് ക്ലാസ് റൂമിലാണെന്നുള്ളത് നമുക്കൊരു നോട്ടീസ് ബോർഡിൽ ഉണ്ടാകും. ആ നോട്ടീസ് ബോർഡിൽ നോക്കിയിട്ട് ആ ഒരു ക്ലാസ് റൂമിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡെസ്ക് നമുക്ക് നോക്കാം. നമ്പർ വെച്ചിട്ട് എവിടെയാണോ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒട്ടിച്ചിരിക്കുന്നത് അവിടെയായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കോഡും ഉണ്ടാകും. ABCD എന്നുള്ള കോഡ് അവിടെ തന്നിട്ടുണ്ടാകും. ഇപ്പോൾ A ആണ് 1 2 3 4 5 6 A എന്നാണെങ്കിൽ എനിക്ക് കിട്ടേണ്ട ചോദ്യ പേപ്പറിൻ്റെ കോഡ് ഏത് തന്നെയായിരിക്കണം? A ആയിരിക്കണം. അതേപോലെ തന്നെ എനിക്ക് കിട്ടേണ്ട OMR ഷീറ്റിൻ്റെ കോഡ് ഏത് തന്നെയായിരിക്കണം? A ആയിരിക്കണം. B ആണ്, C ആണ്, D ആണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ ഏതാണ് കോഡ് തന്നിരിക്കുന്നത് അതേ ക്വസ്റ്റ്യൻ പേപ്പറും അതേ കോഡിലുള്ള OMR ഷീറ്റും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പം എക്സാം ഹാളിൽ ഒരു 30 മിനിറ്റ് മുൻപെങ്കിലും നമ്മളവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കണം കേട്ടോ. ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയറ്റില്ല, പൂട്ടിയിടും. നമ്മൾ പൂട്ടിയിടുന്നില്ല, നമ്മൾക്ക് ഗേറ്റ് ഒക്കെ പോയിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറ്റത്തില്ല. നമ്മൾ എത്ര ബഹളം വെച്ചാലും കറണ്ട് ഒന്നും ഒരു കാര്യമില്ല, അത് PSCയുടെ റൂളാണ്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഈ ലേറ്റ് ഹറിയത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇനി നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് ഇങ്ക് ഉള്ള ആയിരിക്കണം നമുക്ക് യൂസ് ചെയ്യാം. വേറെ കളർ അവിടെ യൂസ് ചെയ്യരുത്. ഓക്കെ, അഡ്മിഷൻ ടിക്കറ്റ്, ഒരു ID കാർഡ്, ബോൾ പോയിന്റ് പെൻ, ഇത്രയും മാത്രമായിരിക്കണം എന്ത് ചെയ്യണ നമുക്ക് എക്സാം ഹാളിൽ കയറ്റത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു OMR ഷീറ്റ് OMR, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് OMR ഷീറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനകത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പരീക്ഷ നമ്മൾ എഴുതുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് OMR ഷീറ്റ് നമ്മളിപ്പം എന്തിലൊക്കെ തെറ്റിച്ചെഴുതി വെച്ചു അല്ലെങ്കിൽ ബാർകോഡൊക്കെ നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഇതുകൊണ്ട് തെറ്റ് പറ്റുവാണെങ്കിൽ പുതിയ OMR ഷീറ്റ് തരലില്ല. ഇൻ കേസ് ഇങ്ങനെയാണെങ്കിൽ തന്നെ ഹാൾ ടിക്കറ്റ് നമുക്ക് എക്സാം ഹാളിൽ ചോദിക്കും. ഇൻവിജിലേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. സോ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധയോടെ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു OMR ഷീറ്റ് ഫില്ല് ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മളുടെ OMR ഷീറ്റിൻ്റെ പുറകിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അങ്ങനെയാണ് വരുന്നത്. ഇനി പാർട്ട് എയിൽ ബാക്കി ഇതൊക്കെ നമുക്ക് ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നമുക്ക് 2 പാർട്ടായിരിക്കും OMR ഷീറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഏതാണ്? പാർട്ട് A ആണ്. ഇത് ഏതാണ്? പാർട്ട് B ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ എഴുതേണ്ട സ്ഥലമാണ്. ഇത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ട സ്ഥലമാണ്. ഓക്കെ, രജിസ്റ്റർ നമ്പർ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് Z 1 2 3 4 5 എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഏത് ലെറ്റർ ആണെന്നുള്ളത് ഫസ്റ്റിനകത്ത് എഴുതുക. പിന്നെ നോക്കിക്കേ 1 2 3 4 5 6 നമ്മൾ ഡിജിറ്റൽ എഴുതുക. ഓക്കെ, ഇനി അതിനുശേഷം നോക്കിക്കേ, ഇവിടെ നമുക്ക് ബബിൾ ചെയ്യണം. ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഏത് ഡിജിറ്റിന്റെ താഴെയാണോ നമുക്ക് ബബിൾ ചെയ്യേണ്ടത് ആ കോളം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ PSC പറയും അത് ഏതൊരു പരീക്ഷയ്ക്ക് പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധയോടെ എഴുതാൻ പറ്റാത്ത ഈ കുട്ടി എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നത്, അത് നമുക്ക് ഭയങ്കര നെഗറ്റീവ് അല്ലേ. ഉത്തരവാദിത്തമാണ് നമുക്ക് എല്ലാത്തിനും വേണ്ടത്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് 0 1, ഇത് 0 1 2 3 4 5 6 7 8 9 ഓക്കെ 9 ഇവിടെ വരെയുണ്ട്. അപ്പോൾ 1 ഇവിടെ നമ്മൾ ബബിൾ ചെയ്യാം. 2 ആകുമ്പോൾ താഴെ 2ൻ്റെ, ഇനി അടുത്ത് 3 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, 4 ഇവിടെയാണ്. അങ്ങനെ എന്ത് ചെയ്യുക, മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുന്നത് ബബിൾ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് 2 1 ഓക്കെ 0 5 എത്രയാണ് 90 93 90 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് 19, ഇവിടെ 9
0. ഇതിന്റെ താഴെ ഇത് 9 അല്ലേ, അപ്പൊ ഇവിടെ 9ന്റെ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോയി ബബിൾ ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ എക്സാം എഴുതുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ LDC എക്സാം ആണ്. ഇപ്പൊ കാറ്റഗറി 2019/23 എനിക്ക് അങ്ങനെ എഴുതാം. എക്സാമിന്റെ പേര് നമുക്ക് അവിടെ എഴുതാം. ഇത് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഇതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് തിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് എന്താണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, എക്സാമിന്റെ തീയതി എന്നാന്നുള്ളത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കുക കേട്ടോ. 2025 ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ പാർട്ട് എയിൽ നിങ്ങൾ ഇത്രയും ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇത് നമ്മളല്ല സിഗ്നേച്ചർ ചെയ്യേണ്ടത് കേട്ടോ, നമ്മൾ അവിടെയല്ല സൈൻ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ എക്സാം ഹാളിൽ വരുന്ന ഇൻവിജിലേറ്റർ ഇല്ലേ, അദ്ദേഹമായിരിക്കണം അവിടെ സൈൻ ചെയ്യുന്നത്. പാർട്ട് എ എഴുതിയതിനു ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ടീച്ചർ നിങ്ങളുടെ ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ ID വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക്, നമുക്ക് പാസ്ബുക്ക്, അത് നാഷണലൈസ്ഡ് ആയിട്ടുള്ളതാണ്. കൂടുതലായിട്ട് നിങ്ങൾ ആധാറോ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ഒറിജിനൽ ID തന്നെ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഒറിജിനൽ ID തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് എ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നമുക്ക് പാർട്ട് ബി ആണ്, OMR ഷീറ്റ്. ഇത് ഒരു ചോദ്യം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ABCD 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ആൻസർ ബി ആണ് എങ്കിൽ നിങ്ങൾ ആദ്യം ബിയിൽ ഫുള്ളി ബബിൾ ചെയ്യണം, മൊത്തം ബബിൾ ചെയ്ത് വെക്കണം. പകുതി ബബിൾ ചെയ്ത് വെക്കരുത്. ബി മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അയ്യോ അതിന് ഉത്തരം ബി അല്ല C ആണെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് സിയിലേക്ക് പോകരുത്, അത് വാലിഡേറ്റ് ചെയ്യില്ല. അപ്പം ഉത്തരം എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അടുത്തത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കരുത്. ഓക്കെ, അപ്പം ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അറിയില്ല, ഇട്ടേക്കുക. അതിനകത്ത് ഡാഷ് ഒന്നും ഇട്ട് വെക്കാൻ പോകണ്ട, അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. അപ്പോൾ ശരി ഉത്തരമാണ് എങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരൊറ്റ ഫില്ലിംഗ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവിടെ ചെയ്യാനായിട്ട് ബബിൾ ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് അറിയില്ലാത്ത ചോദ്യങ്ങൾ അവിടെ ഇട്ടേക്കുക. ഇനി നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓക്കെ, 0.33 വെച്ച് ഓരോ ചോദ്യത്തിനും നെഗറ്റീവ് മാർക്ക് വരും. 4 തെറ്റുത്തരത്തിന് 1 മാർക്ക് വെച്ച് അവിടെ കട്ടാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പാർട്ട് എയും ബിയും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയ നമ്മൾ രണ്ടും നമുക്ക് ഇൻവിജിലേറ്ററിന് കൊടുക്കണം. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കാം. അതായത് ഇപ്പോൾ ഒരു പേപ്പർ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പേപ്പർ ഇങ്ങനെ ഇരിക്കുന്ന ഈ മടക്കി ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ അതിങ്ങനെ എന്ത് ചെയ്യുക, ടിയർ ചെയ്തിട്ട് പാർട്ട് എയും പാർട്ട് ബിയും രണ്ടാക്കുക. ആദ്യം പാർട്ട് എ കൊടുക്കുക, അതിനുശേഷം നമ്മുടെ കയ്യിൽ നിന്ന് പാർട്ട് ബി കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, OMR ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം, PSC ഫസ്റ്റ് ടൈമായിട്ട് എഴുതുന്ന ആളുകളാണ്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുവഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.